ദൃശ്യം 3യെ പറ്റി സംസാരിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ദൃശ്യം 3യെ പറ്റി പറയുകയാണെങ്കിൽ ദൃശ്യം 1ഉം 2നെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഒരു മജീഷ്യൻ എങ്ങനെയാണോ തൻ്റെ തൊപ്പിയിൽ നിന്ന് മുയലിനെ എടുക്കുന്നത്, അതുപോലെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന 2 സിനിമകളാണ് ദൃശ്യം 1ഉം ദൃശ്യം 2ഉം. എവിടെയാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് ആ ഭാഗത്തോട്ട് നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് അതിൻ്റെ ബാക്കിലൂടെ ഒരു പരിപാടി ജിത്തു ജോസഫ് 2 സിനിമകളിൽ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഡിസപ്ഷൻ എന്ന് പറയുന്നത്. ഈ ഡിസപ്ഷനാണ് ഇവിടെ ദൃശ്യം 3യിൽ ഇല്ലാതെ പോയതും എനിക്ക് പടം പേഴ്സണലി കുറച്ച് അണ്ടർവെൽമിംഗ് ആയിട്ട് തോന്നാൻ കാര്യവും. കാര്യം ഈ ഒരു ജോർജ് കുട്ടി നടത്തിയ വർഷങ്ങൾക്കുള്ളൊരു മെറ്റിക്കുലസ് പ്ലാനിങ്, അല്ലെങ്കിൽ വർഷങ്ങൾ കാണുന്നില്ല, പുള്ളിയുടെ ഒരു ഓൺ ദി സ്പോട്ട് തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവ്, പുള്ളിക്ക് പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ്, പുള്ളി അതിനെ ടാക്കിൾ ചെയ്യുന്ന രീതി, ഈ ഒരു കഴിവ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഇവിടെ മിസ്സിങ് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. എന്നാൽ തീരെ ഇല്ല എന്നല്ല, ഉണ്ട്, അത് വേറെ രീതിയിലാണ് ഇവിടെ വരുന്നതെന്ന് മാത്രം. എന്നാൽ ഈ പടത്തെ പറ്റി ജിത്തു ജോസഫ് പറഞ്ഞ രീതി നോക്കുകയാണെങ്കിൽ നമ്മുടെ പുള്ളി പറഞ്ഞ പോലെ ഫാമിലീസിനും എല്ലാവർക്കും വന്നിരുന്ന് കാണാവുന്ന മോഹൻലാലിൻ്റെ മികച്ച പ്രകടനമുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ നോക്കിക്കണ്ടാവും. ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ, ഓക്കെയാണ് ഈ പടം. അങ്ങനെ കണ്ട് ഇരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണിത്. ഒരിക്കലും ഒരു മോശം സിനിമയല്ല. എന്നാൽ നമ്മളിതിനെ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിൽ പെടുന്നൊരു സിനിമയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലൊരു നിരാശ തോന്നുന്നത്. അത് നിങ്ങൾ പ്രതീക്ഷകളുടെ ഒരു അമിത ഭാരമായിട്ട് ഞാൻ പോയതുപോലെ പോവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നിരാശ തോന്നാൻ ചാൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടിരിക്കാവുന്ന ഒരു പെർഫെക്റ്റ്ലി ഫൈനായിട്ടുള്ള സിനിമയാണ്. ജിത്തു പറഞ്ഞത് വളരെ കറക്റ്റാണ്. മോഹൻലാലിൻ്റെ മികച്ച പ്രകടനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്നെ വളരെ മികച്ച രീതിയിൽ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള 3-4 രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ. സ്പോയിലർ ആയതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാൽ പുള്ളിയുടെ ക്യാരക്ടർ ആർക്കിനെ ചെറിയ രീതിയിലൊന്ന് നശിപ്പിച്ചോ എന്ന് തോന്നിയ ഒരു സീനും ഈ സിനിമയിലുണ്ട്. അത് സ്പോയിലർ ആയതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാൽ നമ്മളിപ്പോൾ ഒരു വളരെ ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈ തരുന്ന ഒരു ക്ലൈമാക്സ് അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നാലും നമ്മൾ നിരാശപ്പെടുന്ന അവസ്ഥയായിരിക്കും. അതാണിപ്പോൾ ദൃശ്യം 3 എന്നോട് ചെയ്തത്. അല്ലാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് അത്ര ഹൈ അല്ല, നിങ്ങൾക്കൊരു സാധാരണ ജോർജ് കുട്ടിയും കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടാൽ മതി. വലിയ രീതിയിലുള്ളൊരു വേൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ്ലി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഈ ചിത്രം പെർഫെക്റ്റ്ലി ഫൈനാണ്. ഒരു 1 ടൈം വാച്ചാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്കത് ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. എന്നാൽ സിനിമയുടെ മേക്കിങ്ങും കുറച്ച് ഡൗൺ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ജിത്തു ജോസഫ് എന്നുള്ള റൈറ്ററാണ് പലപ്പോഴും ദൃശ്യം ഫ്രാഞ്ചൈസിനെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. എന്നാൽ ഇവിടോട്ട് വരുമ്പോൾ സിനിമയുടെ മേക്കിങ്ങും എനിക്ക് തോന്നുന്നത് ഇവർ ഇതിനൊരു 4th ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ടീമിനെ ഒന്ന് മാറ്റി പിടിച്ചാൽ നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡിൽ ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തേർഡ് വരുമ്പോൾ ഫസ്റ്റിൻ്റെ അടുപ്പിച്ചുള്ളൊരു മേക്കിംഗ് ആണ്. എങ്കിലും നമ്മൾ മറ്റു പല ഇൻസ്റ്റാൾമെൻറ്റ്സും ഫ്രാഞ്ചൈസസും കണ്ടിട്ടുള്ള പോലത്തെ ഒരു ലെവൽ ഓഫ് മേക്കിംഗ് ഒന്നും ഇതിനില്ല. പലപ്പോഴും സ്റ്റേജിങ്ങും ഐഡിയ നല്ലതായിരുന്നു, പക്ഷേ അതിൻ്റെ സ്റ്റേജിങ്ങും എക്സിക്യൂഷനും വളരെ മികച്ചതാക്കാൻ ജിത്തു ജോസഫിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കുറേ പോരായ്മകൾ ഇതിനുണ്ട്. പക്ഷേ ആൾക്കാരതെല്ലാം സഹിച്ചിരിക്കും. കാര്യം ദൃശ്യം ഫ്രാഞ്ചൈസിയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സ്റ്റോറി മാറ്റേഴ്സ്. പക്ഷേ ആ സ്റ്റോറി പോലും ഇവിടെ ചെറുതായിട്ട് ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയൊക്കെ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ.